Checking. Yeah. അപ്പോൾ നമ്മൾ ഉപാസന ഡാൻസ് അക്കാഡമിയാണ് നമ്മുടെ സ്കൂള്, സിയാറ്റിൽ വാഷിങ്ടണിലാണ്. നമ്മൾ നൃത്തായനം എന്ന് പറഞ്ഞ പ്രോഗ്രാമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഒരു ടൂറിലാണ്. കോയമ്പത്തൂർ 2 വെന്യൂ ഉണ്ടായിരുന്നു. ഒന്ന് കോയമ്പത്തൂർ ഫൈനാൻസ് സൊസൈറ്റിയുടെ അവർ സംഘടിപ്പിച്ച വെന്യൂ, അത് ചിന്മയക്കുടയിലാണ്. പിന്നെ ഒന്ന് ശങ്കരകൃപ എന്ന് പറഞ്ഞിട്ട് ഒരു വെന്യൂ, അവരൊരു കൂത്തമ്പലം മോഡലിൽ നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊന്ന് ചിദംബരം ടെമ്പിളിൽ ചെയ്തു. പിന്നെ കോഴിക്കോട് നടക്കുന്ന പരം ഫെസ്റ്റിവൽ ഉണ്ട്, ഡാൻസ് ഫെസ്റ്റിവലിൽ നമ്മൾ പെർഫോം ചെയ്യുന്നു. പിന്നെ തൃപ്പൂണിത്തുറ ലയൺ കൂത്തമ്പലത്തിൽ അവസാനത്തെ പെർഫോമൻസ്. പിന്നെ നമ്മളെല്ലാവരും USA സിയാറ്റിൽ നിന്നാണ് വന്നിരിക്കുന്നത്. മലയാളികളുണ്ട്, തമിഴുണ്ട്. നമ്മുടെ കൂടെ ഒരു അമേരിക്കൻ വരാനിരുന്നതാണ്, പക്ഷേ അവരുടെ നീ കുറച്ച് പെയിൻ ഉണ്ടായി, അത് കാരണം. പക്ഷെ അവർ ഡിസംബറിൽ അരങ്ങേറ്റം ചെയ്യാനാണ് പ്ലാന്. ഒരു 50 വയസ്സുള്ള ഒരു സ്റ്റുഡൻ്റാണ്. പിന്നെ നമ്മളുടെ ഇതിനകത്ത് ഒരു മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൺ കമ്പോസിഷൻസ്, പ്രത്യേകിച്ച് ഞാൻ തന്നെ എഴുതിയ ഭരതനാട്യ പീസസ് ഉണ്ട്, അത് കൂടുതൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വയലാറിൻ്റെ രാവണപുത്രിയും നമ്മുടെ ഭരതനാട്യത്തിലേക്ക് ആക്കിയിട്ട് ചെയ്യുന്നുണ്ട്. ബിബ്ലിക്കൽ സ്റ്റോറീസ് ഉണ്ട്, സാംസൺ, സലോമി, അതുപോലെ തന്നെ ശരഭേശ്വരൻ, ശിവന്റെ ഒരു ഇൻകാർണേഷൻ, ആ വർണ്ണമുണ്ട്. അയ്യപ്പൻ വർണ്ണം, അതും ഞാൻ എഴുതിയതാണ്. അതുപോലെ തന്നെ ടീച്ചർ എഴുതിയ 1-2 ഐറ്റങ്ങൾ കൂടിയുണ്ട്. ദേവിയെ കുറിച്ചുള്ളൊരു വർണ്ണം, ത്രിപുരസുന്ദരി, അഭിരാമി ദേവിയെ വർണ്ണിച്ചുകൊണ്ടുള്ളത്. അതുപോലെ തന്നെ ഗുരുവായൂരപ്പനെ കുറിച്ച് ഉള്ള ഒരു വർണ്ണം ടീച്ചർ എഴുതിയതാണ്. എനിക്കൊരു മാതൃക ആയത് ടീച്ചർ തന്നെയാണ്. അവർ ഒരുപാട് ഐറ്റംസ് മോഹിനിയാട്ടത്തിലേക്ക് ചെയ്തിട്ടുണ്ട്. റീസെൻ്റ്ലി ചെയ്തത് സൂര്യ ഫെസ്റ്റിവലിൽ ദേവകി എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം ചെയ്തു. അതുപോലെ തന്നെ 2-ാം മൂഴം ഈ കോഴിക്കോട് തന്നെയാണ് ദേശാഭിമാനി നടത്തിയ ഒരു ഫെസ്റ്റിവലിൽ MTയുടെ 2-ാം മൂഴം മോഹിനിയാട്ടത്തിലേക്ക് ചെയ്തിരുന്നു. അതൊക്കെ എൻ്റെ ടീച്ചർ ശ്രീമതി സുചിത്ര വിശ്വേശ്വരൻ, അത് പ്രസിഡൻസ് ചെയ്തിട്ടുണ്ട്. അതാണ്. അപ്പോൾ നമ്മൾ ഈ ഡാൻസ് മാത്രമല്ല, കുട്ടികൾ എന്താണ് അറിഞ്ഞ് ചെയ്യുക, കഥകൾ മനസ്സിലാക്കുക. അപ്പം വേറൊരു കൺട്രിയിൽ വളരുന്നതായതുകൊണ്ട് തന്നെ അവർക്ക് കഥകളോട് അത്ര എക്സ്പോഷർ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നമ്മുടെ കഥകൾ മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ ഒരു അവസരമാണ്. അപ്പം അവരെന്താണെന്ന് അറിഞ്ഞ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇതിൽ മെജോറിറ്റി കുട്ടികളും അരങ്ങേറ്റം കഴിഞ്ഞവരാണ്. അരങ്ങേറ്റം ചെയ്ത് അവർക്ക് പൊതുവെ കാണുന്നത് അരങ്ങേറ്റം എന്ന് പറയുന്ന ഒരു 7 വർഷത്തെ പഠനത്തിന് ശേഷം അരങ്ങേറ്റം ചെയ്ത് കഴിഞ്ഞ് പിള്ളേർ പിന്നെ അത് നിർത്തിപ്പോവാണ്. പക്ഷെ ലക്കിലി ഈ കുട്ടികൾക്കെല്ലാം വീണ്ടും അത് തുടർന്ന് പഠിക്കണം എന്നുള്ളൊരു ഇഷ്ടമുണ്ട്. അവർ പാഷനേറ്റ് ആണ്. സോ ഐ തിങ്ക് ഐ ഹാവ് ഡൺ എന്തെങ്കിലും നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അവർ വീണ്ടും കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഇരിക്കുന്നത്. പിന്നെ അതുപോലെ നമ്മൾ പേഴ്സണൽ അച്ചീവ്മെന്റിൽ ഞാനൊരു 2 ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ഒരു ഷോർട്ട് ഫിലിമും ഒരു മ്യൂസിക്കലും. ഒരു ഷോർട്ട് ഫിലിം കേജ്ഡ് ആണ്, അത് മുംബൈ ഫിലിം ഫെസ്റ്റിവലൊക്കെ സെലക്ട് ചെയ്തിരുന്നു. അതൊരു ഇമോഷണൽ അബ്യൂസ് ഡ്യൂറിങ് ദ കോവിഡ് ടൈം അതായിരുന്നു സബ്ജക്റ്റ്. ബിക്കോസ് ഒരു UN ഡേറ്റ വെച്ചിട്ട് ചെയ്തതാണ്. there was 35% increase in ഡൊമസ്റ്റിക് അബ്യൂസ്, അതിൽ വെച്ചിട്ടാണ്. പിന്നെ ഒന്ന് നഗരസമാല എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക്കൽ ചെയ്തു. നമ്മുടെ സിത്താരയാണ് അത് പാടിയിരിക്കുന്നത്. അത് ഐതിഹ്യമാലയിലെ 9 സ്റ്റോറീസ്, 9 വിമൻ ക്യാരക്ടർ എടുത്തിട്ട് നവരസങ്ങളിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ള ഒരു പരീക്ഷണമായിരുന്നു. സൂരജയ്ക്ക് അതിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മൾ അങ്ങനെ ഒരു പരീക്ഷണമായിരുന്നു. ഓരോ രസങ്ങൾ ചേർത്തിട്ട് നവരസമാല, അത് സീ മ്യൂസിക് അത് റിലീസ് ചെയ്തായിരുന്നു. കേജ് എന്ന് പറഞ്ഞ മൂവി റിലീസ് ചെയ്തത് നമ്മുടെ ക്യൂ ചാനലാണ്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇല്ല, അവതരിപ്പിച്ചില്ല. ഇത് ആദ്യമായിട്ടാണ്. ഇത് പിള്ളേർക്ക് ഭയങ്കര ചേഞ്ച് ആയിരുന്നു. എല്ലാവരും ആ ഒരു കൺവീനിയൻസിൽ നിന്ന് വന്നിട്ട് പല സാഹചര്യങ്ങളിലെ ഇപ്പൊ നമ്മള് അവർക്കെല്ലാം ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം. അവസരം കിട്ടിയാൽ ചെയ്യും. റൈറ്റ്? If you get opportunity, you'll perform in other countries as well, right? Parents are Surajanda, Jodi, yeah, a couple of them who speaks Malayalam. There are others from Tamil speaking crowd also. If you want to add something, you can add.
മാതാപിതാക്കളുടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഞങ്ങൾ ചാരിതാർത്ഥ്യമുണ്ട്. നമ്മുടെ പിള്ളേർ നാട്ടിൽ വന്ന് ഡാൻസ് ചെയ്യാൻ ഒരു അവസരം കിട്ടിയതിൽ. ഒന്ന് അവിടെ വളർന്ന പിള്ളേരാണ്, മലയാളം അറിയാം, പക്ഷെ നമ്മളുടെ കൾച്ചറിനോടുള്ളൊരു എക്സ്പോഷർ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള, പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സന്തോഷമാണ് ഇവർ ആ സ്റ്റേജിൽ ചെയ്യുന്നത് കാണുമ്പോൾ. അമേരിക്കയിൽ ചെയ്യുമ്പോൾ ഒരു വലിയ സന്തോഷമുണ്ട്, അതിൻ്റെ ഇരട്ടി സന്തോഷമുണ്ട് അവർ നാട്ടിലത്തെ സ്റ്റേജിൽ നിന്ന് ചെയ്യുന്നത് കാണുമ്പോൾ. പിന്നെ ലീസേനെയും സുചിത്ര വിശ്വേശ്വരൻ മാമിനെയും ഭയങ്കരമായിട്ട് ഞങ്ങൾ റെസ്പെക്റ്റ് ആൻഡ് ഞങ്ങൾ നന്ദി പറയുന്നു. ബിക്കോസ് ലിയ എൻ്റെ മോളാണെങ്കിലും 6 വയസ്സ് തൊട്ട് അവിടെ ഭരതനാട്യവും മോഹിനിയാട്ടവും പഠിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ലീസയുടെ അരങ്ങേറ്റം ലീസ അരങ്ങേറ്റത്തിന് ലിയ അരങ്ങേറ്റം ചെയ്തു. സുചിത്ര മാം മോഹിനിയാട്ടം ഷീസ് ഓൾസോ മോഹിനിയാട്ടം ടീച്ചറുമാണ്. അപ്പം എല്ലാ പിള്ളേരുടെ സൈഡിൽ നിന്ന്, മാതാപിതാക്കളുടെ സൈഡിൽ നോക്കുമ്പോൾ പിള്ളേരുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അവരൊരിക്കലും മടുത്തത്തില്ല, ഒരിക്കലും വേണ്ട എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഈ കല അവർക്ക് അത്രയ്ക്ക് ആസ്വദിച്ചാണ് അവർ ചെയ്യുന്നത്. അത് അവരുടെ ടീച്ചറിൻ്റെ ഗുണമാണെന്ന് ഞങ്ങൾ പറയും. ആ ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നതിലും പിള്ളേരെ ചെയ്യിപ്പിക്കുന്നതിലും ഒക്കെ എന്താണേലും മാതാപിതാക്കളുടെ സൈഡിൽ നിന്ന് എല്ലാവരെയും റെപ്രസെൻ്റ് ചെയ്ത് ഞാൻ പറയുവാണ്. ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. അല്ല, ഒന്ന് എനിക്ക് സന്തോഷമുള്ളത് കുട്ടികൾ ഇപ്പോൾ ഇവിടെ ഞാനൊക്കെ യൂത്ത് ഫെസ്റ്റിവൽ പ്രൊഡക്റ്റ് ആയിരുന്നു. ഇവിടുന്ന് കോട്ടയം ജില്ലയിൽ നിന്ന് കലാതിലകമൊക്കെ ആയിട്ടുണ്ട്. യൂത്ത് ഫെസ്റ്റിവൽ പ്രൊഡക്റ്റ് തന്നെയാണ്. പക്ഷെ ആ ഒരു ഇവർ അങ്ങനെ ഒരു യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ബേസിസിലല്ലല്ലോ പഠിക്കുന്നത്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ ഞാനൊരു അറിഞ്ഞ് പഠിക്കുന്ന ഒരു പാഷൻ ഞാൻ കൂടുതൽ കാണുന്നുണ്ട്. കോമ്പറ്റീഷന് വിൻ ചെയ്യുന്നതിനപ്പുറം അതെന്താണെന്ന്, എന്തൊക്കെയാണ് അവർ തന്നെ സ്റ്റെപ്പ് ഇടാൻ നോക്കി അതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം, നല്ല അറിഞ്ഞ് സ്റ്റെപ്പ് ഇടുന്നത്. അത്രയേ ഉള്ളൂ. കുറച്ചും കൂടെ അറിയാൻ ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്കൊരു സംശയമുണ്ട്. ലൈക്ക് കമ്പാരിറ്റീവ്ലി ഞാനും ഒരു യൂത്ത് ഫെസ്റ്റിവൽ പ്രൊഡക്റ്റ് ആയിരുന്നതുകൊണ്ട് തന്നെ അന്ന് നമ്മൾ മനസ്സിലാക്കി പഠിക്കുന്നതിൽ കൂടുതൽ എനിക്ക് തോന്നുന്നത് ഈ കുട്ടികൾ കുറച്ചും കൂടെ മനസ്സിലാക്കി പഠിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വിന്നിങ് എന്നുള്ള ഒരു അതിനെ കഴിഞ്ഞുപരി ഒരു പാഷനേറ്റ് ആയിട്ട് അവർക്ക് വേറെ ഗോളില്ലല്ലോ അരങ്ങേറ്റം ചെയ്യാന്നുള്ളത്. അറ്റ്ലീസ്റ്റ് ഇവിടെ പഠിക്കുമ്പോൾ നമ്മൾ യൂത്ത് ഫെസ്റ്റിവലിൽ പോകുമ്പോൾ ഓക്കെ ഇവിടെ വിന്ന് ചെയ്യണം എന്നുള്ളൊരു ഗോളുണ്ട്. അങ്ങനെ ഒരു ഗോളില്ലാണ്ട് അതൊരു പ്യുവർ പാഷനിലൂടെ പഠിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കുറച്ചും കൂടെ കുട്ടികൾ. ഇവിടുത്തെ ഇത്രയും ചൂടും അതൊന്നും സത്യം പറഞ്ഞാൽ അവർക്ക് ഒട്ടും തന്നെ അവരൊന്നും കാണിച്ചില്ല. ശരി, ഞങ്ങൾ പറയുന്നത് ഇത്രയും ചൂടത്ത് എങ്ങനെയായിരിക്കും ഇവര് ചെയ്യുമോ, അങ്ങനെയൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവര് ഇഷ്ടത്തോടെ തന്നെ അത് ചെയ്തു. ബുദ്ധിമുട്ട് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു, എങ്കിലും അവരെ പാഷനോട് ചെയ്ത് കണ്ടപ്പോൾ ശരിക്കും അതൊരു സന്തോഷമായിട്ട് തോന്നി. ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇല്ല, 5 പ്രോഗ്രാമാണ്. അടുത്ത മറ്റന്നാൾ തൊട്ട് 20 തുടങ്ങി 27 തീരും. 2 ആഴ്ച സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്ന പ്രോഗ്രാം. നാളെ രാവിലെ 8:30 അവിടെ തുടങ്ങുന്നതാണ് ഹർഷമാഷി പറഞ്ഞത്. രാവിലെ 8:30. അത് ഇന്ന് തൊട്ട് ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്യും. ഇന്നും നാളെയും നാളെ കഴിഞ്ഞും ഉണ്ട്. നമുക്ക് നാളെ സ്ലോട്ട് തന്നിട്ടുണ്ട്. കാരണം 27ന് നമുക്ക് തൃപ്പൂണിത്തറയിൽ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് നാളെ സാറ്റർഡേ തൃപ്പൂണിത്തറ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് നമുക്ക് നാളത്തെ ഫ്രൈഡേയിലെ സ്ലോട്ട് തന്നിട്ടുണ്ട്. തൃപ്പൂണിത്തറയിലോ ഇവിടെ 8:30 സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്ക് ടു ബാക്ക് ഞങ്ങളുടെ തന്നെ പ്രോഗ്രാം ആണെന്ന് ഷുവർ അല്ല. കാരണം അവിടെ മറ്റ് സ്കൂളുകളും മറ്റ് ഈ ചെന്നൈയിൽ നിന്നൊക്കെ വരുന്നുണ്ട്. അപ്പം ചിലപ്പോൾ നമ്മളുടെ ഒന്ന് കഴിഞ്ഞ് അവരുടെ ഒരു പ്രോഗ്രാം അങ്ങനെ മിക്സ് ചെയ്തായിരിക്കും. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്ന ഉച്ചയ്ക്കുള്ളിൽ തീരണം നമ്മുടെ പ്രോഗ്രാംസ്. ഗ്രൂപ്പുണ്ട്, സോളോയുണ്ട്. ഞാൻ ഊരുഭംഗം ചെയ്യുന്നുണ്ട്. അതൊരു ഭാസന്റെ 1 ആക്ട് പ്ലേ ആണ്. അത് ഞാൻ തന്നെ മലയാളത്തിലേക്ക് എഴുതി ഭരതനാട്യത്തിന്റെ ഒരു രൂപത്തിലാക്കിയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ തൃപ്പൂണിത്തറയിലാണ് 6:30. അതെ, ശനിയാഴ്ച 6 മണിയോട് സ്റ്റാർട്ട് ചെയ്യാം. അവിടെ കുറച്ചും കൂടെ നമുക്ക് പ്രോഗ്രാംസ് കാണും, കുറച്ചുകൂടെ ഐറ്റംസ് കാണും. സോളോസും ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 2 പേര് മാക്സിമം, അതിൽ കൂടുതലില്ല ഗ്രൂപ്പ്. വെരി വെൽ. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. വെരി ഹാപ്പി. മോർ ദാൻ ഹാപ്പി. എന്താണെന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണൽ ഇവര് അഡ്ജസ്റ്റ് ചെയ്തതാണ് ഭയങ്കര
സർപ്രൈസിങ്. ഭയങ്കര ചൂട്, പിന്നെ നമ്മുടെ ക്ലെൻനെസ് അതിൻ്റെയൊക്കെ വ്യത്യാസം ഉണ്ടല്ലോ അവിടുത്തെ വെച്ച്. പക്ഷെ അവര് കംപ്ലൈന്റ് ഒന്നും പറഞ്ഞില്ല. കിട്ടിയ ഭക്ഷണം കഴിച്ച് വീട്ടിലൊക്കെ ആണെങ്കിൽ അവർ പറയുന്നത് വേണം എന്ന് പറയുന്നവര് ഒന്നും ഇട്ടാതെ വെജിറ്റേറിയൻ സദ്യയൊക്കെ ഒരു കുഴപ്പമില്ലാതെ കഴിച്ചു. സോ അവര് നന്നായിട്ട് ബോണ്ട് ചെയ്തു. നമ്മളെല്ലാവരും ഒരു പ്രത്യേക ബോണ്ടിങ് ഉണ്ടായി. അതൊക്കെ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ അവര് എക്സ്പീരിയൻസ് ചെയ്തു. What is it like being a dance teacher? What is it like being a mom and dad? എൻ്റെ മോളാണ് ചോദിച്ചത്. ഡാൻസ് ടീച്ചർ അല്ല, ടീച്ചിങ് എനിക്ക് ഇഷ്ടമുള്ളതാണ്. നമ്മൾ ടീച്ച് ചെയ്യുമ്പോൾ വി ലേൺ മോർ. ഇവരുടെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് ഏറ്റവും പ്രയാസം. അവരുടെ ഗണപതിയുടെ ക്രിയേഷൻ ചോദിക്കുമ്പോൾ എന്തിനാണ് മോനെ കഴുത്ത് വെട്ടിയത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴേക്കും നമുക്ക് ആൻസർ ഇല്ല അവരുടെ ചോദ്യങ്ങൾ. അവർ ചോദിക്കും എന്തിനാണ് കൃഷ്ണനെ ഇത്ര നോക്കി രാധ ഇരുന്നത്, അതിന്റെ ആവശ്യമില്ലല്ലോ, ഷീ ഷുഡ് മൂവ് ഓൺ ആൻഡ് ഫൈൻഡ് സംബഡി എൽസ് എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ പഠിക്കുക അവരുടെ കൂടെ, നമ്മളും ചോദ്യങ്ങൾക്ക് ആൻസർ. ഇറ്റ് ഈസ് ബീങ് എ ടീച്ചർ മീൻസ് യു ആർ ബീങ് എ സ്റ്റുഡന്റ് അഗെയിൻ. അതാണ്. സോ ഇറ്റ് ഈസ് വെരി എൻലൈറ്റനിങ്. അപ്പൊ നമ്മൾ ദേ മോട്ടിവേറ്റ് മീ ടു ഫൈൻഡ് ന്യൂ സബ്ജക്ട്സ്, ന്യൂ സ്റ്റോറീസ്. ഇറ്റ്സ് എ വെരി റിവാർഡിങ്. ഒന്നിനും അത് കിട്ടില്ല. ഞാനൊരു ബൈ പ്രൊഫഷൻ ഒരു എഞ്ചിനീയറിംഗ് മാനേജറാണ്. പക്ഷെ ഒരു പ്രൊഫഷണലിലും ഒരു ടീച്ചിങ്ങിന്റെ ഇറ്റ് ഈസ് യുനോ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ റിവാർഡിങ് കിട്ടില്ല. ഇറ്റ് ഈസ് സോ സാറ്റിസ്ഫൈങ് ആൻഡ് റിവാർഡിങ്. ലീസയുടെ വേറൊരു പ്രത്യേകത പറയുകയാണെങ്കിൽ പല പല തരത്തിലുള്ള കഥകളാണ് ലീസ ചെയ്യുന്നത്. ഞാൻ തന്നെ പല കഥകളും പഠിക്കുന്നത് ഈ പിള്ളേരെ പഠിപ്പിക്കുന്ന കേൾക്കുമ്പോഴാണ്. ബൈബിളിൻ്റെ സ്റ്റോറീസ് ആണെങ്കിലും മിത്തോളജിക്കൽ എന്താണേലും ലീസയ്ക്ക് വെറൈറ്റിയാണ്. ഇപ്പം നമ്മൾക്ക് പേരൻസിനാണേലും ഇപ്പം നമ്മുടെ സിയാറ്റിലാണെങ്കിലും കുറച്ച് ക്രിസ്ത്യൻ ക്രൗഡും ഉണ്ട്. അവർക്ക് വേണ്ടിയുള്ളത് അത് വെറൈറ്റിയാണ് ലീസയുടെ ഒരു കീ തിങ്. അത് മലപ്പുറം റിലീജിയസ് ആയിട്ട് ചെയ്യുന്നതല്ല. അത് ഞാൻ ഹോട്ടലിലോ ടെസ്റ്റിമോണിയുടെ പോയിന്റ് ഓഫ് വ്യൂ ഹോട്ടലിലോ ചെയ്യുന്നുണ്ട്. അതും എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് അങ്ങനെയൊന്നുമില്ല. നമുക്ക് സ്റ്റോറീസ് ആർ യൂണിവേഴ്സ്, ഇമോഷൻസ് ആർ യൂണിവേഴ്സൽ, അത്രേ ഉള്ളൂ. അപ്പൊ അത് വെറൈറ്റി എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ എല്ലാ കഥയും നമുക്ക് രംഗത്ത് അവതരിപ്പിക്കുമ്പോൾ എഫക്റ്റീവ് ആവണമെന്നില്ല. വാട്ട് എവർ ദാറ്റ് വി ഫീൽ ലൈക്ക് നമുക്കൊരു സ്പാർക്ക് ഉണ്ടാകുന്ന കഥകൾ ഡസൻറ്റ് മാറ്റർ. അത് റിലീജിയസ് ഇതിൽ നിന്ന് അങ്ങനെ ചിന്തിക്കുന്നതല്ല. സം സ്റ്റോറീസ് ഐ തിങ്ക് ഇറ്റ് ഇസ് ഡിസേർവ് ടു ബി വിസിബിൾ ആൻഡ് ഇറ്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻ വെൽ ഓൺ സ്റ്റേജ്. അങ്ങനെ എടുക്കുന്നതാണ്. രാവണപുത്രിയും ചെയ്യുന്നുണ്ട്. അതെ, രാവണപുത്രി അത് ടീച്ചർ ആണ് ആദ്യമായിട്ട് മോഹിനിയാട്ടത്തിൽ ചെയ്തത്. വയനാട് സ്മൃതിയിൽ തന്നെ അവിടെ ചെയ്തതാണ്. അത് നമ്മുടെ ഭരതനാട്യത്തിലേക്ക് അത് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വരണം. പറ്റുമെങ്കിൽ തിരുവനന്തപുരം അല്ല തൃപ്പൂണിത്തറയിലും വരാൻ ശ്രമിക്കണം. റിക്വസ്റ്റാണ്. താങ്ക് യു സോ മച്ച്. പിള്ളേർ ഇവിടെ നിൽക്കട്ടെ.